നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ആഭരണവും ആധാരമൊക്കെ എവിടെ? ആഭരണങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, റൂമില്. ഞാൻ എടുത്തുണ്ട്. ഇപ്പോഴോ ദീപക്കെ? രാജു എല്ലാം എടുത്തോണ്ട് പോയെന്നല്ലേ നീ കുറ്റപ്പെടുത്തിയത്? രാജു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴും നീ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ആര് പറഞ്ഞത് ശരിയായി? നീയോ അതോ ഞാനോ? നീ ഒറ്റ ഒരുത്തനാ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്. നീ കാര്യമറിയാതെ കിടന്ന് തുള്ളി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? സ്വന്തം അനിയത്തിയുടെ കല്യാണം എന്താ മുടങ്ങാൻ പോവുക? സ്വന്തം കുടുംബത്തിന്റെ അടിവേര് തന്നെയാ നീ വെട്ടിയത്. അതൊരിക്കലും ഒരാങ്ങള എന്ന പേരിൽ നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കണം പ്രതാപൻ സാറേ, ഇവിടെ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോ ദീപക് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാനും കരുതിപ്പോയി. ഇവൻ ഒറ്റ ഒരുത്തനെ എല്ലാം വരുത്തി വെച്ചത്. തെറ്റായി ഇവൻ ചെയ്തത്. ആർത്തിയൊക്കെ ആവാം, പക്ഷേ ഒന്നും അധികം ആവരുത്. പെണ്ണിന്റെ വീട്ടുകാർ തരുന്ന പൊന്നും പണവും തൂക്കി നോക്കി ആവരുത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ നല്ലത്. രാജു നിരപരാധിയാണെന്ന് മനസ്സിലായല്ലോ. ആ നിലയ്ക്ക് അവന്റെ അച്ഛനോട് നീ മാപ്പ് ചോദിക്കണം. അതിനൂടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? രാജുവിന്റെ അച്ഛനെ തല്ലി ഈ നിൽക്കുന്ന ദീപക്. എന്റെ അച്ഛനെയോ? അതിനാ മാപ്പ് ചോദിക്കാൻ പറഞ്ഞത്. അതിവൻ ചെയ്യും. പ്രതാപ, ഈ ഒരു നിസ്സാര കാര്യത്തിന് എന്റെ മകൻ ആരോട് ക്ഷമയൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യമില്ല. രാജുവിന്റെ അച്ഛനെ ദീപക് അപമാനിച്ചു. അതിന് ഇവൻ മാപ്പ് ചോദിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ദീപക് പിന്നെ എന്റെ വീട്ടിൽ കയറില്ല. പുറത്താക്കും ഞാൻ ഇവനെ. വീട്ടിൽ നിന്ന് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ നിന്നും. ക്ഷമിക്കണം, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. മതിയല്ലോ, ഇനി കെട്ട് നടക്കട്ടെ. അതെ, മുഹൂർത്തത്തിനുള്ള സമയമായി. ചടങ്ങുകൾ തുടങ്ങാം. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട് പ്രതാപൻ സാറേ. ഞാൻ കുറച്ച് തിടുക്കം കാണിച്ചു. സംഭവിച്ചതെന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പ്രതാപൻ സാർ എനിക്ക് മാപ്പ് തരണം. ഞാൻ മൂലം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കണം. താലികെട്ട് നടക്കട്ടെ. എന്റെ മോൻ സാനിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.